നമുക്കറിയാലേ മീനാക്ഷി? ഓ യെസ് മാം. നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. കാരണം ഞാൻ പഠിപ്പിച്ച് എപ്പോഴും പിള്ളേരോട് എടുത്തെടുത്ത് പറയുന്നൊരു സാധനമാണ്. ഇത് എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും മേക്കപ്പ് എന്തൂസിയാസ്റ്റുകൾക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഇതാണ് ബ്യൂട്ടി ബ്ലെൻഡർ അല്ലേ? നമ്മളെല്ലാ വീഡിയോസിലും കാണാറില്ലേ ബ്യൂട്ടി ബ്ലെൻഡർ? പക്ഷെ പലപ്പോഴും കുട്ടികൾക്ക് ഇതിൻ്റെ ശരിയായ പ്രോട്ടോകോൾസ് അറിയത്തില്ല. ഈ ബ്യൂട്ടി ബ്ലെൻഡർ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഡ്രൈ ആയിട്ടല്ല ഉപയോഗിക്കുന്നത്, ഇത് വെറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ നനച്ച് അതിന് നല്ലതായിട്ട് ഈർപ്പം കളയുമ്പം ഇതങ്ങ് വികസിക്കും, ഇതിൻ്റെ സൈസ് ഡബിൾ ആവാറുണ്ട്. എന്നിട്ടാണ് നമ്മൾ ക്ലയൻസിന് ഉപയോഗിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ സ്പഞ്ചസ് പോറസ് ആണ്. പോറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതുകൊണ്ട് അത് വികസിക്കുന്നത്, അതിന് ഈർപ്പം വലിച്ചെടുക്കാനുള്ള കഴിവുള്ളതുകൊണ്ടാണ് ഇതിന് പോറസ് ആയിട്ടുള്ള സ്പഞ്ച് എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾ ക്ലയൻസിന് ഉപയോഗിക്കുമ്പോൾ അത് പ്രൊഡക്റ്റുകളും വലിച്ചെടുക്കും. അതുപോലെ തന്നെ എന്താണ്, അവരുടെ സ്കിന്നിൽ അടങ്ങിയിരിക്കുന്ന ഇൻഫെക്ഷൻസ്, ബാക്ടീരിയ, അതുപോലെ തന്നെ പല രീതിയിലുള്ള മൈക്രോബിയൽ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നടങ്ങിയിരിക്കും. ഈർപ്പത്തിൽ വർക്ക് ചെയ്യുന്ന സാധനം ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈർപ്പം നമുക്ക് കംപ്ലീറ്റ്ലി കളയാൻ പറ്റില്ല. ഡ്രൈ ആയാലും ഉള്ളിൽ ഒരു നനവുണ്ടാവും. അപ്പം അതിൽ മോൾഡ് വരും, ഫംഗസ് വരും, അങ്ങനെ പല കാര്യങ്ങളും വരുന്നത് കൊണ്ട് തന്നെ സ്കിൻ ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് ഒട്ടും റെക്കമെൻഡഡ് അല്ല ബ്യൂട്ടി ബ്ലെൻഡേഴ്സ്. ആൻഡ് ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരു ക്ലയൻറ്റിനാണ് ഒരു സ്പഞ്ച് റെക്കമെൻഡഡ്. നിങ്ങൾ എങ്ങനെ കഴുകിയാലും ഇത് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു ത്രോ ഇറ്റ് ഓർ യു ഹാവ് ടു ഗിവ് ഇറ്റ് ടു യുവർ ക്ലയൻറ്റ് ലൈക്ക് ദിസ്. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫ്രം മീ. Thank you.